കർത്താവിൽ വളരെ സ്നേഹം നിറഞ്ഞവരെ, പാരമ്പര്യമായ ശാപങ്ങൾ ഇത് വളരെയധികം ആത്മലോകത്ത് ഒരുപാട് ദൈവ ശുശ്രൂഷകർ കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ്. വീട്ടിലുള്ളവർ പുരാതന കാലത്ത് ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തിരുന്ന മൂർത്തി സമ്പ്രദായങ്ങൾ, അത് പിൽക്കാലത്ത് തലമുറകൾ ആ വഴികളൊക്കെ വിട്ടുമാറുമ്പോൾ അവരെ ദ്രോഹിക്കാനും അവരെ പിന്നെയും തിരിച്ചു കൊണ്ടുപോകാനും എന്ന ഉദ്ദേശത്തോടുകൂടെ പിന്തുടർന്ന് വരും എന്നുള്ള നിലയിൽ ഒരു വിശ്വാസം രൂപപ്പെട്ടിട്ടുണ്ട്. ഈ വിശ്വാസത്തെ തുടർന്നാണ് പാരമ്പര്യമായി തുടരുന്ന ബന്ധനങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യ കെട്ടുകൾ തുടങ്ങിയ വാഗ്ധോരണികൾ തന്നെ ഉടലെടുത്തിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ പ്രാർത്ഥനാമുറിയിൽ അല്ലെങ്കിൽ ശുശ്രൂഷാവേദിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ ഗണ്യമായിരിക്കുന്ന പ്രാധാന്യത ഇത്തരം കാര്യങ്ങൾക്കുണ്ട് എങ്കിൽ കൂടിയും ക്രിസ്തു യേശുവിലായൊരു വ്യക്തിക്ക് ഇത് ബാധകമല്ല. അവർ ഇതിനെ ജയിച്ചവരാണ്. പക്ഷേ ഒരുപാട് കുഞ്ഞുങ്ങളുടെ ഭാവിപരമായ വിഷയങ്ങളെ പ്രാർത്ഥിക്കുവാനായി നമ്മുടെ അരികിൽ വരുമ്പോൾ, അത് വിവാഹമാകാം, ജോലിപരമായ കാര്യങ്ങളാകാം, ഒരു പരീക്ഷ തുടർമാനമായി എഴുതിയിട്ട് ജയിക്കാത്തതാകാം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ കൂടുതൽ അവലോകനം ചെയ്യാനും ഇതേക്കുറിച്ച് സംസാരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയായി സന്നദ്ധമാകുമ്പോൾ ഈ പാരമ്പര്യത്തിൻ്റെ ശക്തി അവരുടെ പേരൻസിൻ്റെയും പ്രിയപ്പെട്ടവരുടെയും ഒക്കെ വാക്കുകളിലൂടെ കൃത്യമാം വിധം ഈ തലമുറകളുടെ ഭാവിക്ക് മുമ്പിൽ ഒരു വലിയ തടസ്സമായി നിൽക്കുന്നത് ഞാൻ വ്യക്തമായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങളുടെ വിജയത്തിൻ്റെ മുൻപിൽ അകാരണമായി നിങ്ങളെ അലട്ടുന്ന ചില തടസ്സങ്ങളുടെ പിന്നിൽ ഇത്തരത്തിലുള്ള ചില വാക്കുകളുടെ കെട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കതിനെ തകർത്ത് കളയണം. ഇതിനെ പൊട്ടിച്ചു കളഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന വിടുതലും വിജയവും, കഴിഞ്ഞ വർഷങ്ങളായി നിങ്ങൾ അധ്വാനിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കാതെ പോയ പലതും ക്ഷണനേരത്തിൽ നിങ്ങളുടെ കരങ്ങളിൽ എത്തുന്നതിന് അത് നിങ്ങളെ സഹായിക്കും. ഇന്നത്തെ പ്രവചന തോത് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത അർഹിക്കുന്നു. ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ ദിശ മാറ്റാനും ലെവലുകളെ ഉയർത്താനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ വാക്ക് നിങ്ങളെ സഹായിക്കും. എല്ലാവർക്കും ഇന്നത്തെ പ്രവചന തോതിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ പലപ്പോഴും ഏതൊക്കെയോ ദോഷകരമായിരിക്കുന്ന ആത്മാക്കളെയും ദുഷ്ടശക്തികളെയും നമ്മുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങളായിട്ട് ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, മറുവശത്ത് അതിനേക്കാൾ ശക്തമേറിയിരിക്കുന്ന ഒരു കളി നമ്മളുടെ വിജയങ്ങൾക്ക് മുൻപിൽ തടസ്സമായിട്ട് ഇങ്ങനെ ഉയർന്നു വരികയാണ്. ഇത് വെളിപ്പെടുന്നത് വാക്കുകളിലൂടെയാണ്. വിശുദ്ധ ബൈബിൾ നമ്മളെ വാക്കിൻ്റെ ശക്തി ഏറ്റവും കൂടുതലായി പഠിപ്പിക്കുന്ന ഒരു അമൂല്യ ഗ്രന്ഥമാണ്. ദൈവത്തിൻ്റെ വാക്കിനാലാണ് ഈ ലോകം തന്നെ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം അടിവരയിടുകയാണ്. ജീവന്റെയും മരണത്തിൻ്റെയും ശക്തിയും അധികാരവും നമ്മുടെ നാവിലാണ് എന്നും ഈ വിശുദ്ധ ബൈബിൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനിരിക്കെ ഫലിതവും തമാശകളും കളിചിരികളും ദേഷ്യപ്പെടലുകളും ഇതെല്ലാം നിറഞ്ഞിരിക്കുന്ന നമ്മളുടെ നൂറുകണക്കിന് വാഗ്ധോരണികളുടെ ഇടയിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും പറഞ്ഞു വെക്കുന്ന പല വാക്കുകളും നമ്മുടെ ജീവിതത്തിന് തന്നെ വല്ലാത്ത തടസ്സങ്ങളെ ഉളവാക്കുന്ന ശക്തിയായി തീരുന്നുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം. കുറേ നാളുകളുടെ പുറകിൽ ഇന്ന് യൂറോപ്പിൽ ദൈവകൃപയാൽ നല്ലൊരു ബിസിനസ് സ്ഥാപനം പടുത്തുയർത്തി നല്ല ഒരു ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി എന്നെ പ്രാർത്ഥിക്കുവാനായി ഫോൺ ചെയ്തു. അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്, അവർ ജീവിച്ചു വന്ന കുടുംബ സാഹചര്യത്തിൽ ഒരു സാധാരണ കർഷക കുടുംബമാണ്. ധാരാളം തെങ്ങുണ്ട്, തെങ്ങിൻതോപ്പുണ്ട്, തേങ്ങ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് വലിയ പ്രയാസങ്ങളൊന്നും അവരെ അലട്ടുന്നില്ല. പക്ഷേ അവരുടെ മനസ്സിൽ യൂറോപ്പിൽ ചെല്ലണമെന്നും അവർക്ക് വസ്ത്രവ്യാപാര രംഗവുമായി ബന്ധപ്പെട്ടുള്ളതായ ഒരു ബിസിനസ് അവർക്ക് ആരംഭിക്കണമെന്നുള്ളതായ ഒരു വലിയ സ്വപ്നം അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഈ കാര്യത്തെക്കുറിച്ച് അവർ തങ്ങളുടെ കുടുംബത്തിൽ പറഞ്ഞപ്പോൾ വീട്ടുകാര് അതിനെ നഖശിഖാന്തം എതിർത്തു. അവര് പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരും ഇത് ചെയ്തിട്ടില്ല, നീ അത് ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല തുടങ്ങിയ കുറെ വാക്കുകൾ നിങ്ങൾക്കറിയാമല്ലോ. ഈ വിധത്തിൽ കുറെ അധികം വാക്കുകൾ അവളോട് എതിരായി പറഞ്ഞ് ആ പെൺകുട്ടിയുടെ ഈ സ്വപ്നത്തെ അവർ തല്ലിക്കെടുത്തി. വീട്ടുകാരുടെ ശകവർഷമില്ലാത്ത ഈ ഒരു ഉപദേശത്തിന്റെ ഇടയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി തന്നെ ദുബൈയിലേക്ക് അവൾ പോയി. ദുബൈയിൽ ചെന്ന് ഒരു 8 മാസം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ മാനസികമായിട്ട് തളർന്നു. സ്വന്തമായി ഒരു സംരംഭം പടുത്തുയർത്താനുള്ള മോഹമുള്ളിലുള്ളത് കൊണ്ട് തന്നെ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിലൊക്കെ അവർ വല്ലാതെ വൈമുഖ്യത നേരിട്ടു. കൂടെ ഉണ്ടായിരുന്ന 1-2 സ്നേഹിതരോട് ജോലിയുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. അപ്പോൾ അവർ ഇവളോട്
പറഞ്ഞു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഇന്നതല്ലേ, നീ അത് പോയി ചെയ്യ്. തുടർന്ന് അവളുടെ ഒരു അകന്ന് ബന്ധുവായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുമായി ഇവൾ ഈ വിഷയം സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നമുക്കിതൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം. ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് ഇറങ്ങുക. കൂടുതൽ വാക്കുകളെ ഒന്നും നീ മറ്റുള്ളവരുടെ വാക്കുകളെ ഒന്നും നീ മുഖവിലേക്ക് എടുക്കണ്ട. ഈ വിഷയം അങ്ങനെയാണ് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാനായിട്ട് ആ സഹോദരൻ മുഖാന്തരം എത്തുന്നത്. ഈ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ധൈര്യമായി പോകുക, ദൈവം നിനക്കത് ഒരുക്കിയിട്ടുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ അന്ന് ആ വിഷയം പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ അമ്മ കർത്താവിന് ഒരു വസ്ത്രം നെയ്തു കൊടുക്കുന്ന ഒരു രംഗമാണ് ഈ പെൺകുട്ടി എന്നെ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ കാണുന്നത്. അപ്പം ഇവൾ ഈ കാര്യങ്ങളൊക്കെ, പാസ്റ്ററെ ഞാൻ ഇന്ന പോലെ ജോലി ചെയ്യണം, അതായത് അതൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, സിസ്റ്ററെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, യേശുവിൻ്റെ അമ്മ അവിടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് തുണി നെയ്യുന്നൊരു രംഗം നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട് പറഞ്ഞു. അപ്പം വളരെ സന്തോഷത്തോടുകൂടെ ആ പെൺകുട്ടി പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ചുവടുവെപ്പ് അത് ദൈവഹിതമാണോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വിളിച്ചത്. എനിക്ക് ധൈര്യമായി. അങ്ങനെ ആ ഒരു ഉറപ്പിൻ്റെ മേൽ അവൾ പോയി ആ കാര്യം ചെയ്തു, വിജയിച്ചു. ഇന്നലെ വരെ അവൾ ജീവിച്ചിരുന്ന ജീവിത സാഹചര്യം വലിയ കുഴപ്പമില്ലാത്തതായിരുന്നു. പക്ഷേ അവൾ ചെയ്ത ജോലിയും നല്ലതായിരുന്നു. എന്നാൽ അവളുടെ മനസ്സിനകത്ത് തൻ്റെ കുടുംബത്തിൽ ആരും പോയിട്ടില്ലാത്ത ഒരു പാതയിലൂടെ കാൽച്ചുവട് വെക്കണമെന്നുള്ളൊരു പ്രേരണ അകത്ത് കയറിയപ്പോൾ അതിനെ എതിർത്തത് ആ കുടുംബത്തിലുള്ളവരുടെ കുറെ ഉപദേശങ്ങളും കുറെ എതിർന്നിറഞ്ഞ വാക്കുകളുമാണ്. ഈ പദാവലികൾ കൊണ്ട് മികച്ച ഒരു ഭാവിയെ ബന്ധിക്കാനാണ് അവർ ശ്രമിച്ചത്. ഇന്ന് നൂറുകണക്കിന് ചെറുപ്പക്കാരുടെ മുൻപിൽ അവരുടെ കുടുംബത്തിൽ നിന്നും പൂർവികരായി മാതാപിതാക്കളായി തലമൂത്തവരായി പറഞ്ഞു വെച്ചിരിക്കുന്ന കുറെ ഇടുങ്ങിയ വാക്കുകൾ നിമിത്തം വിശാലമായ ലോകത്തിന്റെ വലിപ്പമോ അതിനകത്തുള്ള തങ്ങളുടെ സ്ഥാനം എന്തെന്നുള്ളതോ കണ്ടെത്താൻ കഴിയാതെ ഒത്തിരി യൗവനക്കാർ തങ്ങളുടെ ഭാവിപരമായ മേഖലകളിൽ കേവലം സാധാരണ ജോലിക്കാരായി തന്നെ തളച്ചിടപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അങ്ങനെ പറഞ്ഞൊതുക്കുന്ന ഒരു അപ്പനോ അമ്മയോ പ്രിയപ്പെട്ടവരോ ആണെങ്കിൽ നിങ്ങളുടെ നാവിനെ നിങ്ങൾ ഇന്ന് പിൻവലിക്കണം. അവരെ അനുഗ്രഹിച്ച ആ വഴികളിലേക്ക് യാത്രയാക്കുവാനുള്ളതായി ഒരു ധൈര്യം ദൈവകൃപയാൽ നിങ്ങൾ കാണിക്കണം. കാരണം നമ്മൾ ജീവിച്ചു വരുന്ന പരിതസ്ഥിതികൾക്കകത്തുള്ള പല സർപ്പങ്ങളുടെയും തല തകർക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട വാഗ്ദത്ത സന്തതികളാണ് ദൈവകൃപയാൽ നമ്മുടെ കുടുംബത്തിൽ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ. അവരെ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ പറഞ്ഞൊതുക്കുവാൻ, ഇകഴ്ത്തി കാണിക്കുവാൻ നമ്മൾ ഒരിക്കലും തയ്യാറാകരുത്. നിങ്ങളുടെ വാക്കുകളാലുള്ള അനുഗ്രഹങ്ങൾ അവരെ വലിയ തോതിൽ എത്തിക്കുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 10, 35, 40 വയസ്സെത്തിയിട്ടും ജീവിതത്തിൽ ഒന്നുമാകാനാകാതെ വലയുന്ന വ്യക്തികളെ കുറിച്ച് ഞാൻ 1-2 വാക്കുകൾ പറയട്ടെ. കഴിഞ്ഞ ഒരു 15-16 വർഷമായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേയധികം വാക്കുകളുടെ പരിണിത ഫലമാണ് ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൽ നിങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ധൈര്യത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരു 10-16 വർഷമായി നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലൂടെ, നിങ്ങളുടെ സ്വന്തം കുടുംബത്തിന്റെ അകത്തു നിന്നും നിങ്ങളുടെ കാതുകളിലേക്ക് വന്ന് കയറിക്കൊണ്ടിരിക്കുന്ന വാക്കുകൾ പലതും ദൈവികമല്ല. അതിൻ്റെ പുറകിൽ കൃത്യമായി നിങ്ങളുടെ ഭാവിയെയും നിങ്ങളുടെ ജീവിതത്തെയും ബന്ധിച്ചവശമാക്കി കളയുന്ന തന്ത്രപ്രധാനമായിരിക്കുന്ന കെട്ട് നിറഞ്ഞ വാക്കുകൾ അതിനകത്തുണ്ട്. ആ പദങ്ങളാലാണ് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഒരു ചുവട് വെക്കാൻ കഴിയാത്തത്. ഞാൻ രക്ഷപ്പെടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, എൻ്റെ ജീവിതത്തിൽ സമയം വൈകിപ്പോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, ഞാനത് ചെയ്താൽ ശരിയാകത്തില്ല എന്ന് നമുക്ക് തോന്നുന്നത്, എനിക്ക് അതിനുള്ളതായ ഒരു പക്വതയോ പാകതയോ ഒന്നുമില്ല, ഞാൻ അതിനുള്ളിൽ നിന്നും പോയാൽ റെഡിയാകത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന സുവർണാവസരങ്ങളിൽ നിങ്ങൾ പുറകോട്ട് ചാടുന്നത് ഇത്തരം വാക്കുകളുടെ പേരിലാണ്. അനുഗ്രഹിക്കപ്പെട്ട പല ഏടുകളും ദൈവം നിന്റെ മുമ്പിൽ തുറന്നു തന്നിട്ടും പലയിടത്തേക്ക് നീ കാല് വെച്ച് കയറിയിട്ടും നിനക്ക് അവിടെ തുടരാൻ കഴിയാതെ പോയതിന്റെ പുറകിൽ നിന്നെ വലിച്ച് താഴേക്കിടുന്ന ഇത്തരം വാക്കുകളുടെ ശക്തിയുണ്ട്. നീ ശാസിക്കേണ്ടത് പിശാചിനെ അല്ല, നീ ശാസിക്കേണ്ടത് കഴിഞ്ഞ നാളുകളിൽ നിന്റെ തലച്ചോറിനകത്തേക്ക് പലരും കുത്തിവെച്ച് കയറ്റിവിട്ട, അത് നീ ഏറ്റവും വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ തന്നെ നിന്റെ ജീവിതത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് തന്ന നിസ്സാരക്കാരനാണ് നീ എന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്ത് പിന്നെയും ജനറേറ്റ് ചെയ്യുന്ന ആ വല്ലാത്ത വൃത്തികെട്ട വാക്കുകളെയും ചിന്തകളെയുമാണ്, അത്തരം പദങ്ങളെയാണ് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത്. യേശു തൻ്റെ അരികിൽ നിന്ന് പ്രിയപ്പെട്ട ശിഷ്യന്മാരെ സ്നേഹിച്ച ഒരാളാണ്. പക്ഷെ അവരിലൂടെ പലപ്പോഴും വന്ന വാക്കുകളുടെ പുറകിലുള്ള ഒരു സാത്താന്യ പ്രവൃത്തിയെ കർത്താവ് വിശ്വസിച്ചതായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ എത്രയും സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെ പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത് അവരായിരിക്കണമെന്നില്ല. നമ്മളോട് പലപ്പോഴും ഇടപെടുന്നത് അവരുടെ യാഥാർത്ഥ ബോധമാണെന്ന് നമുക്ക് പറയാൻ വയ്യ. പലപ്പോഴും നമ്മളെ വിജയകരമായ ചുവടുകളിൽ നിന്നും പുറകോട്ട് വലിച്ചു മാറ്റുന്ന ശക്തമേറിയ ഒരു
സൈറ്റാനിക് അജണ്ടയാണ് പലപ്പോഴും അവരിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തിരിച്ചറിയാൻ നിങ്ങൾ പലതിനു വേണ്ടിയും ഉദ്യമിച്ചിറങ്ങിയപ്പോൾ നിങ്ങൾക്കൊരു പ്രോത്സാഹനം കിട്ടാതെ പോയതിന്റെ പേരിൽ നിങ്ങൾ ഒതുങ്ങിപ്പോയ ഒരാളാണോ? അയ്യോ, എനിക്കിവിടെ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ, എന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഇവിടെ ആരുമില്ലല്ലോ എന്ന നിലയിൽ സങ്കടപ്പെട്ട ഒരാളാണോ നിങ്ങളോട് ഞാൻ പറയുന്നു, ഇനിയും ഇത് ആവർത്തിക്കപ്പെടും. ഇനിയും നിങ്ങൾ നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഇത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യും. അനുവദിക്കരുത്. യേശുവിന്റെ നാമത്തിൽ ആ പദങ്ങൾക്ക് പുറകിൽ വ്യാപരിക്കുന്ന ആ വല്ലാത്ത ശക്തി സംവിധാനങ്ങളെ തകർത്ത് കളയണം. എന്നെ ശക്തനാക്കുന്ന യേശു നിമിത്തം എന്റെ മുമ്പിലുള്ള മതിൽ ഞാൻ ചാടിക്കടക്കുമെന്ന് തന്നെ പറയാൻ നിങ്ങൾ തയ്യാറാകണം. ദൈവം മതിലിടിക്കുന്നവനാണ്. ചില മതിലുകൾ മറികടക്കാൻ നമുക്ക് ശക്തി തരുന്നവനുമാണ്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഈ ഒരു ഉറപ്പും ധൈര്യവും ഇന്ന് രാവിലെ നിങ്ങളുടെ അകത്ത് വ്യാപിക്കട്ടെ. പല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അത് ശരിയാകാതെ വരുമ്പോൾ ഇത് നമ്മുടെ കുടുംബത്തിന്റെ ശാപമാണ്, ഇത് നമ്മുടെ കുടുംബത്തിനകത്തുള്ള ദോഷമാണ് എന്ന് പറഞ്ഞ് പലരും നിങ്ങളെ മാനസികമായി പിന്നെയും തളർത്തിയേക്കാം. ഒരുപക്ഷെ അതിന് ഉപരോധഘടകമായി പുറപ്പാട് പുസ്തകം 20:5 പോലെയുള്ളതായ വചനങ്ങൾ, അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട്, നിന്റെ ദൈവമായ യഹോവയായി ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. അപ്പോൾ 4 തലമുറയായി കടന്നു വരുന്നതായ ദോഷങ്ങളുടെ പുറകിൽ ഞാനൊരു വിക്ടിമായി മാറിയിരിക്കുകയാണ് എന്നുള്ള നിലയിൽ പലതും നിങ്ങളെ അലട്ടിയെന്ന് വന്നേക്കാം. പക്ഷേ യേശു ക്രിസ്തുവിൽ നിങ്ങൾ ആകുന്നതോടുകൂടെ നിങ്ങൾ ആ വംശ പരമ്പരയിൽ നിന്നും പൊട്ടി മാറ്റപ്പെട്ട, പുതിയ ജന്മമെടുത്ത, പുതിയ സൃഷ്ടിയാക്കപ്പെട്ട ആളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആ പഴയ പിതാക്കന്മാരുടെ ബ്ലഡ് ലൈനിൽ നിന്നുള്ള ഒന്നും നിങ്ങളെ തൊടാൻ കഴിയാത്ത വിധം യേശു ക്രിസ്തുവിൽ നിങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നെങ്കിൽ കൂടിയും ഇത് പ്രവർത്തിക്കും. എങ്ങനെ പ്രവർത്തിക്കും? നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംശയിക്കുമ്പോൾ, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പേടിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇത്തരത്തിലുള്ളതായ ദോഷശക്തികളാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ള നിലയിൽ നമ്മൾ ഇതുമായിട്ട് ചുമ്മാ ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ ആ ബന്ധനങ്ങൾ പിന്നെയും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതിന് നമ്മളൊരു അനുമതി പത്രം നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ രക്തം വളരെ പവർഫുൾ ആണ്. കർത്താവായ ക്രിസ്തുവിന്റെ രക്തത്തിൽ ഇത്തരത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും നിങ്ങൾ വിമുക്തരായി എന്നുള്ളത് ധൈര്യത്തോടെ പറഞ്ഞാട്ടെ. യേശുവിന്റെ രക്തത്തിൽ വ്യർത്ഥവും പിതൃ പരമ്പരകളിൽ നിന്ന് ഉടലെടുക്കുന്നതുമായ സകലവിധ പാരമ്പര്യങ്ങളിൽ നിന്നും ഞാൻ കർത്താവായ യേശുവിന്റെ രക്തത്താൽ വിമുക്തമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ് യേശുവിന്റെ രക്തത്തിൽ നന്നായി കുളിച്ചു കയറൂ. ആ വിശുദ്ധീകരണത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയോ നിങ്ങളുടെ ആത്മാവിനെയോ പ്രാണനെയോ മാത്രമല്ല, നിങ്ങളുടെ സമ്പത്തിനെ, നിങ്ങളുടെ ഫാമിലി ലൈഫിനെ, നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങളുടെ ജോലിയെ, ബിസിനസ്സിനെ, നിങ്ങളുടെ മിനിസ്ട്രിയെ കംപ്ലീറ്റ്ലി വാഷ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുക. യേശുവിന്റെ രക്തത്തിന്റെ ഒഴുകൽ എവിടെയൊക്കെ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അവിടെയൊക്കെ കർത്താവിന്റെ തിരുരക്തം ഒഴുകുവാനായി ഏൽപ്പിക്കുക. നിങ്ങൾ കാണാൻ പോകുന്ന വിടുതൽ, നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച, അതിന്റെ റിസൾട്ട് ആശ്ചര്യഭരിതമായിരിക്കും. നമ്മൾ ഇന്ന് വരെ കാണാത്ത വലിയ വിടുതലുകൾ നമുക്കങ്ങനെ നേടിയെടുക്കാൻ കഴിയും. ശാപം ഉണ്ടെന്ന് പറഞ്ഞു പിടിപ്പിക്കാൻ എളുപ്പമാണ്, അത് പൊട്ടിക്കാനല്ലേ തയ്യാറാകേണ്ടത്. ബന്ധനം ഉണ്ടെന്ന് പറയാൻ എല്ലാവർക്കും 100 നാവാ, അതിനെ അഴിക്കാനല്ലേ സഹായിക്കേണ്ടത്. ഇതൊന്നും ആനകുതിര കാര്യമൊന്നുമല്ല, ഇതൊന്നും ബാലികാറാമലയൊന്നുമല്ല. കർത്താവായ യേശുവിന്റെ നാമവും കർത്താവിന്റെ തിരുരക്തവും നമുക്ക് വേണ്ടി ഒഴുകപ്പെട്ടിരിക്കാൻ യേശു നമ്മളെ സ്നേഹിക്കുന്നതിനാൽ എൻ്റെ പൊന്നു കൂടെ പറപ്പേ, ഇതൊന്നും വലിയ വിഷയമല്ല. നീ യേശുവിനെ വിശ്വസിച്ചേ, കർത്താവിലേക്ക് നിന്റെ ജീവിതം കൊടുത്തേ, യേശുവിനെ രക്തത്തെ ഏറ്റുപറഞ്ഞേ, ക്ഷണനേരം കൊണ്ട്, ഈ നേരം കൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് പുറത്തു വരാം. ഇതിന് നിങ്ങൾ പൈസ മുടക്കണ്ട, ഇതിന് നിങ്ങൾ ആരെയും കൂട്ടുപിടിക്കണ്ട. നിങ്ങളുടെ കർത്താവായ യേശുവിലുള്ള വിശ്വാസം അതിന് ധാരാളം മതി. ഒരു പിശാചും കർത്താവിലുള്ള നമ്മുടെ സ്നേഹത്തെ തകർക്കുന്നതിൽ ഇടയ്ക്ക് കയറത്തില്ല. നിങ്ങൾ യേശുവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെടുന്ന ദൗത്യത്തിന് നോ പറയാൻ ചങ്കുറപ്പുള്ള ഒരു ശക്തിയും ലോകത്ത് വേറെ ഇല്ല. കർത്താവായ യേശുവിലായിത്തീരാൻ നിങ്ങൾ കൊതിക്കുന്ന ഈ നിമിഷം, യേശുവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെടാൻ നിങ്ങൾ തയ്യാറാകുന്ന നിമിഷം, മുഴുവൻ സ്വർഗത്തിന്റെയും പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ളതായ വാക്കുകൾ കയറി വരുന്ന വാക്കിന്റെ ശക്തിയെ തകർത്ത് കളയുക. നമ്മുടെ പൂർവ്വ പാരമ്പര്യ ബന്ധനത്തിന്റെ വഴികളിലൂടെ ഉടലെടുക്കുന്ന സകലവിധമായ സംശയങ്ങളെയും ജീവിതത്തിന്റെ ഇപ്പോഴുള്ള മുഴുവൻ മേഖലകളെയും യേശുവിന്റെ തിരുരക്തത്താൽ കഴുകുവാനായി സമർപ്പിക്കുക. കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ ദൈവാലോചന ഞങ്ങൾക്കൊരു ചെറിയ ഉണർവൊന്നും അല്ല തന്നേക്കുന്നത്, വലിയ ബോധ്യമാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ മുറുകെ പിടിച്ച് എൻ്റെ വാക്കുകളെ കേട്ട മുഴുവൻ മനുഷ്യരെയും
ആത്മാവിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ഈ ദൈവശക്തി ഇപ്പോൾ തന്നെ വ്യാപിക്കട്ടെ. ഇന്നു മുതൽ ഇവരുടെ പരിസരങ്ങളിൽ നിന്നും ഉടലെടുക്കുന്ന അപശബ്ദങ്ങളുടെ പുറകിൽ ആൾമാറാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സകല നാശത്തിൻ്റെ ശക്തികളെയും തിരിച്ചറിഞ്ഞ് വെട്ടാനുള്ള ദൈവിക വിവേകം ഇവരുടെ മേലിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ട അങ്ങയുടെ മക്കളെ തൊട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇത്രയും മതി. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിലെ 10 മണി മുതൽ കോട്ടയത്ത് ബൈബിൾ സൊസൈറ്റി ജംഗ്ഷൻ, അതായത് ലോഗോസ് ജംഗ്ഷനിൽ ബൈബിൾ സൊസൈറ്റിയുടെ അരികിലൂടെ മുകളിലേക്കുള്ള വഴിയെ കയറുമ്പോൾ ആൽമരം നിൽക്കുന്ന കാണാം കോട്ടയത്ത്. അതിനോടപ്പുറത്തുള്ള മന്നാകുളത്തിൽ ബിൽഡിങ്ങിൻ്റെ 7ാം നിലയിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയുടെ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുന്നു. നേരിട്ട് വന്ന് വിടുതൽ പ്രാപിക്കാൻ, അനുഗ്രഹം പ്രാപിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.